പുതിയ തലമുറയിലെ ആളുകൾ പഴയ തലമുറയിലുള്ളവരെയും പഴയ തലമുറയിലുള്ള ആളുകൾ പുതിയ തലമുറയിലുള്ളവരെയും പരസ്പരം കുറ്റപ്പെടുത്തുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതിനെ നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന പേരിലാണ് വിളിക്കുന്നത്. ഓരോ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള മാറ്റങ്ങൾ അതാത് രാജ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 50കളിൽ തൊട്ട് ഇങ്ങ് 2000ങ്ങളിൽ വരുന്ന തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. 50 മുതൽ 80 വരെയുള്ള തലമുറകൾ കുറച്ച് പതുക്കെയൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളതെങ്കിൽ 80-ന് ശേഷം 90കളും 2000ങ്ങളും 2010-ഉം 2020-ഉം ഒക്കെ വളരെയധികം കുതിച്ചുചാട്ടമുള്ള ചേഞ്ചസാണ് തലമുറകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വിവരസാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവയെല്ലാമാണ് ഇതിനെല്ലാം കാരണമെന്ന് നമുക്കറിയാം. പുതിയ തലമുറയിൽ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ വ്യത്യാസമാണ് പലപ്പോഴും കാണുന്നത്. അത് കൂടുതലും വളരുന്ന സാഹചര്യം, പാരൻസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സാമ്പത്തികമായി ഉണ്ടാകുന്ന അന്തരം വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികളെ വളരെയധികം മോശമായി ബാധിക്കുന്നു. സാമ്പത്തികം അധികമായുള്ളവർക്ക് ലഭിക്കുന്ന ഒരു സൗകര്യവും സാമ്പത്തികം കുറഞ്ഞ കുട്ടികൾക്ക് ലഭിക്കാതിരിക്കുകയും ഇത് വീടുകളിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു. പണ്ടത്തെ പോലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തലമുറകളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനൊന്നും ഇന്ന് സാധിക്കില്ല. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾ ആവശ്യപ്പെടുന്നത് എന്താണോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മാതാപിതാക്കൾ നിർബന്ധിതരായിരിക്കുന്നു. പ്രധാനമായും 3 തരത്തിലുള്ള വിവാഹങ്ങളാണല്ലോ. 1 പ്രേമവിവാഹം, 2 അറേഞ്ച്ഡ് മാരേജ്, 3 എന്താണ് ലവ് കം അറേഞ്ച്ഡ് മാരേജ്. നിലവിലുള്ള സാഹചര്യത്തിൽ വളരെയധികം ആളുകൾ ചിന്തിക്കുന്നതും പരസ്പരം മനസ്സിലാക്കുന്നതുമായ കാര്യമാണ് ഡിവോഴ്സ് റേറ്റ് വളരെയധികം ക്രമാതീതമായി കൂടിയിട്ടുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾ പെട്രോൾ ഒഴിച്ച് പെൺകുട്ടികളെ കത്തിക്കുന്നത് മാത്രമേ ആളുകൾ പുറത്തു പറയുന്നുള്ളൂ. പക്ഷേ ഓരോ ദിവസത്തെയും കൊലപാതകങ്ങളും ആത്മഹത്യകളും നിങ്ങൾ എടുത്തു നോക്കിയേ. 80കളിലെയും 90കളിലെയും തലമുറ തന്നെയാണ് ഏറ്റവും കൂടുതലായി ഇന്ന് ആത്മഹത്യ ചെയ്യുന്നതും കൊലപാതകം ചെയ്യുന്നതും. അപ്പോൾ ഒറ്റയും തെറ്റയും തിരിഞ്ഞിട്ട് പുതിയ തലമുറയിലെ കുട്ടികൾ ചെയ്യുന്ന ചെറിയ കാര്യത്തെ ഇത്ര അങ്ങോട്ട് പ്രശ്നമാക്കേണ്ടതുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ 80കളിലെയും 90കളിലെയും തലമുറകൾക്കല്ലേ എന്തോ സംഭവിച്ചിട്ടുള്ളത്? അതെ, സത്യമാണ്. കാരണം 80കളിലെയും 90കളിലെ തലമുറകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ അധികം മാറ്റത്തോടു കൂടിയ 2000, 2010, 2020 കാലഘട്ടത്തിലെ ടെക്നോളജി വളർന്നതോടുകൂടി 2020ലേക്കും 25ലേക്കും ഒക്കെ പറന്നു വരാനുള്ള ആഗ്രഹം ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് 80കളിലെയും 90കളിലെയും തലമുറകൾക്കാണ്. കാരണം അവർ നോക്കുമ്പോൾ അവർ മരണത്തോടെ എടുത്തുകൊണ്ടിരിക്കുന്നു. നിലവിലെ ഭക്ഷണ രീതി, പുതിയ പുതിയ അസുഖങ്ങൾ, ഇതെല്ലാം കാരണം എല്ലാവർക്കും ബുദ്ധിമുണ്ട്. ഇനി അധിക കാലമില്ല. ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായും ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കും കൂട്ട ആത്മഹത്യകളിലേക്കും കുടുംബ ആത്മഹത്യകളിലേക്കും ഒക്കെ വന്നു ചേരുന്നതിനുള്ള കാരണം. ഇനി ഇപ്പോഴത്തെ ഡിവോഴ്സ് റേറ്റ് ഒന്ന് നോക്കിയാലോ. ലവ് മാരേജിനാണോ അറേഞ്ച്ഡ് മാരേജിനാണോ ലവ് കം അറേഞ്ച്ഡ് മാരേജിനാണോ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് വരുന്നത്? നിലവിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് വരുന്നത് അറേഞ്ച്ഡ് മാരേജിന് തന്നെയാണ്. തൊട്ട് താഴെ ലവ് മാരേജിന്. എന്നാൽ 50-50 എന്നുള്ള രീതിയിൽ കൃത്യമായി ഡിവോഴ്സ് നടക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ലവ് കം അറേഞ്ച്ഡ് ആണ്. അതിൻ്റെ ശരിയായ കാരണം എന്തെന്ന് വെച്ചാൽ വിവാഹം പ്രേമിച്ച് നടക്കുമ്പോൾ വിവാഹത്തിൽ എപ്പോഴും വരനായാലും വധുവായാലും തൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പാർട്ട്ണറെ തൻ്റെ വീട്ടിൽ ഉയർത്തി കാണിക്കാനായിരിക്കും പരിശ്രമിക്കുക. അതിൻ്റെ ഫലമായി വളരെ പെട്ടെന്നൊന്നും ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാനോ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനോ ഉള്ള ധൈര്യം കരസ്ഥമാക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും തീരെ സഹിക്കാൻ വയ്യാതാവുമ്പോൾ 1 വർഷം 2 വർഷത്തിനൊക്കെ ശേഷം ലവ് മാരേജ് ചെയ്തവർ ഡിവോഴ്സായി പോകുന്നതാണ് കൂടുതൽ കാണുന്നത്. അറേഞ്ച്ഡ് മാരേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ പണ്ട് കുറച്ചധികം കാലം കഴിഞ്ഞിട്ടാണ് ഡിവോഴ്സ് നടക്കുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. കല്യാണം കഴിയുന്ന അത്രയും വേഗതയിൽ തന്നെ ഡിവോഴ്സ് നടക്കുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ പെറ്റീഷന് കൊടുക്കുന്നു. കാരണം ഒരു തരത്തിലും യോജിച്ച് പോകാൻ പറ്റില്ലാത്ത ബന്ധമാണെന്ന് ആദ്യമേ തന്നെ തിരിച്ചറിയപ്പെടുന്നത് കൊണ്ടാണത്. പഴയ പോലെ കുറച്ചു കാലം കഴിയട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം എന്നുള്ളതൊന്നുമില്ല. പരസ്പരം ഫാസ്റ്റായ ഡിസിഷൻസ് എടുക്കാൻ പാകത്തിന് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തു. തീർച്ചയായും ആണും പെണ്ണും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും. പിന്നെ പറഞ്ഞു ലവ് കം അറേഞ്ച്ഡിന് 50-50 ചാൻസ് ആണ് ഡിവോഴ്സ് ആവാനെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ലവ് മാരേജ് പിന്നീട് ഒരു അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോൾ പരസ്പരം വ്യക്തികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും അറിയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ വ്യക്തിപരമായും കുടുംബപരമായും കൂടെയുള്ള സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുന്നതിനാൽ ഈ പെൺകുട്ടിക്കായാലും പുരുഷനായാലും തെറ്റ് തിരുത്താനുള്ള അവസരം എളുപ്പമാണ്. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ബന്ധം നിലനിർത്താനും ശ്രമിക്കും, മറിച്ച് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ബന്ധം അവസാനിപ്പിക്കാനും ശ്രമിക്കും. അറേഞ്ച്ഡ് മാരേജിലെ 75% ഡിവോഴ്സിനും വില്ലനായിരിക്കുന്നതും ലവ് മാരേജിലെ 25% ഡിവോഴ്സിന് വില്ലനായിരിക്കുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ആത്മരതി. ഒരു വ്യക്തി തന്നെ അമിതമായി സ്നേഹിക്കുന്ന അവസ്ഥയാണ് ഈ പറയുന്ന നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സ്വാർത്ഥതയുടെ മൂർധന്യഭാവം. ഇവർ കുടുംബം നോക്കുന്നതിനെക്കുറിച്ചോ മക്കളെ നോക്കുന്നതിനെക്കുറിച്ചോ ഭാര്യയെ നോക്കുന്നതിനെക്കുറിച്ചോ താല്പര്യമല്ല. സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കാനായി ഭാര്യയും മക്കളും വേണം എന്നുള്ള ഒരു കാര്യം മാത്രമേ അവർക്കുള്ളൂ. വീട്ടിലൊരു സ്വഭാവം, സമൂഹത്തിൽ മറ്റൊരു സ്വഭാവമാണ് ഈ കൂട്ടരുടെ പ്രത്യേകത. വീട്ടിൽ കാണിക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് സമൂഹത്തിൽ പറയാമെന്ന് വെച്ചാൽ സമൂഹത്തിന് അത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു വ്യക്തി
തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും യാതൊരു ഉപകാരവും ചെയ്യാതെ നല്ല ഒരു തുക തൻ്റെ ചേട്ടൻ്റെ മകന് കൊടുക്കുകയാണെന്ന് വെക്കുക. തൻ്റെ ചേട്ടനും ചേട്ടൻ്റെ മകനും ചേട്ടൻ്റെ കുടുംബവും മറ്റു കുടുംബക്കാരും ഈ ചേട്ടൻ്റെ മകൻ കല്യാണം കഴിക്കുന്ന കുടുംബവും ഒക്കെ ഈ പറയുന്ന വ്യക്തിയെ ആരാധ്യ പുരുഷനെ തന്നെ കാണും. പക്ഷെ ഇവിടെ മറ്റൊന്ന് ഓർക്കണം, ഇദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ലോകത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം അവരുടെ ലാഭം മാത്രം അവർ നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം, മറ്റുള്ളവരോടൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈവൻ നാർസിസ്റ്റിക് ആണ് അയാളെന്ന് മനസ്സിലാക്കിയാൽ പോലും ലാഭം എടുക്കാനേ ശ്രമിക്കൂ. ഇതെന്റെ സഹോദരിയാണ്, ഇതെന്റെ സഹോദരനാണ്, അവര് നാർസിസ്റ്റിക് ബന്ധത്തിൽ പെട്ടുപോയി, അതുകൊണ്ട് അവരെ രക്ഷിക്കണം, അങ്ങനെ ഒന്നുമില്ല. പ്രധാനമായും ഈ പറയുന്ന നാർസിസ്റ്റിക് എന്ന് പറയുന്ന വ്യക്തി തന്നെ സഹോദരങ്ങളുമായിട്ടും ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഈ പറയുന്ന ആണായാലും പെണ്ണായാലും പാർട്ട്നേഴ്സിനെ അകറ്റും. എന്നാൽ 75% ആണുങ്ങളുമാണ് നാർസിസ്റ്റ്, 25% പെണ്ണുങ്ങൾ മാത്രമേ നാർസിസം കാണിക്കാറുള്ളൂ. നാർസിസം പെണ്ണുങ്ങളിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ചില ടീച്ചർമാരുടെ സ്വഭാവം, ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്വഭാവം, അധികാര സ്ഥാനത്തിലിരിക്കുന്ന പോലീസ് പോലത്തെ ചില ലേഡികളുടെ സ്വഭാവം, പ്രധാനമായും പിന്നെ വരുന്നത് അമ്മായിയമ്മ പോര് വരുന്ന സമയത്ത് അമ്മായിയമ്മയുടെ മറ്റൊരു മുഖം, അന്നുവരെ മകൻ പോലും കാണാത്ത വേറൊരു മുഖമാണ് മരുമകളോട് എടുക്കുക. അനേകം കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള പാർട്ട്ണറെ കിട്ടുന്നതോടുകൂടി. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? കാരണം ഇത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് ആദ്യമായി കേൾക്കുന്നത് തന്നെ വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ഈ സമയം കൊണ്ട് ഇദ്ദേഹം ഭാര്യയുടെ കംപ്ലീറ്റ് സ്വത്തുക്കളും ആഭരണങ്ങളൊക്കെ വിറ്റൊരു പരിവാക്കിയിട്ടുണ്ടായി, ലോക്കാക്കിയിട്ടുണ്ടാവും, ഓടിപ്പോകരുത് എന്നുള്ള ഉദ്ദേശത്തിൽ. പിന്നീടും വർഷങ്ങൾ എടുക്കും ഇങ്ങനൊരു വാക്ക് കേൾക്കാനും ആ വാക്കിന്റെ അർത്ഥം അറിയാനും അത് പിന്നീട് വിശ്വസിക്കാനും. നിലവിൽ നാർസിസ്റ്റായ വ്യക്തികൾ മരണപ്പെട്ടതിന് ശേഷം ട്രോമ ബോണ്ടിങ് വിട്ടുപോകാത്ത ആളുകളുണ്ട്. കാരണം ഹീലിംഗ് ഇല്ലാതെ ഒരിക്കലും മനസ്സിന് സംഭവിച്ച ഈ ആഘാതം ഒരാളിൽ നിന്ന് വിട്ടുപോകില്ല. നാർസിസ്റ്റിക്കായ ഒരു വ്യക്തിയുടെ മകനായി ജീവിച്ചാൽ അത് ഒരു ശാപം പോലെ തന്നെയാണ്. അതായത് ആ വ്യക്തിയുടെ പഠനം, കഴിവ്, ബുദ്ധി ഒന്നും പ്രയോഗിക്കാൻ ഈ അച്ഛൻ സമ്മതിക്കില്ല. നാർസിസ്റ്റിന് വിവാഹം കഴിക്കേണ്ടി വന്ന പെൺകുട്ടികളുടെ അവസ്ഥയും അതിഭീകരം തന്നെ. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇത്രയധികം നീചന്മാരായ ക്രൂരരുടെ കൂടെ ജീവിച്ച് ഇവരുടെ മനസ്സും ശരീരവും തളർന്ന് ഒരു പ്രേതമായി ആയിരിക്കും ഭൂമിയിൽ ജീവിക്കുന്നത്. ശരീരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരീരമുണ്ട്, എന്നാൽ ആത്മാവ് മാത്രമേ ഉള്ളൂ. വേദനിക്കുന്ന ആത്മാവിനെ പോലെ ജീവിക്കാം, മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുന്നതായി അഭിനയിക്കാം. അതിദാരുണവും ഭീകരവുമാണ് നാർസിസ്റ്റിക്കായ വ്യക്തികളുടെ കൂടെയുള്ള ദാമ്പത്യ ബന്ധം. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തത്ര രൂക്ഷമായ ദ്രോഹങ്ങളായിരിക്കും ഈ നാർസിസിസ്റ്റ് ഒരു പാർട്ട്ണറിനോട് ചെയ്യുന്നത്. പിന്നെ അവർ മക്കളോട് ചെയ്യുന്ന ദ്രോഹത്തെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. ഒട്ടുമിക്ക നാർസിസ്റ്റുകളും സ്വന്തം മക്കളെ വിവാഹം കഴിപ്പിക്കാൻ പോലും താല്പര്യപ്പെടാറില്ല. കാരണം തന്നിലേക്ക് സകലതും ഒതുക്കാനുള്ള വ്യഗ്രതയാണ് കാണിക്കുന്നത്. മരണം പോലും അവരിൽ നിന്ന് മാറി നിൽക്കും, കാരണം അത്രമാത്രം ഇവരെ പ്രേമിക്കുന്നുണ്ട്. എന്തായാലും യാതൊരു പരിചയവുമില്ലാതെ ഒരു അറേഞ്ച്ഡ് മാരേജിനോട് പോകുന്നത് ഒരുപാട് ദുരന്തങ്ങൾക്ക് കാരണമായി തീരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും ആളുകൾ അതിൽ നിന്ന് പിന്മാറേണ്ടതാണ്. പ്രേമിക്കണോ? അവിടെയും പ്രശ്നങ്ങൾ വരാം. കാരണം നാർസിസ്റ്റുകൾ പ്രേമിക്കുന്ന സമയത്ത് അവരെപ്പോഴും അവരുടെ നല്ല സൈഡായിരിക്കും കാണിക്കുക. എന്താണോ അവരുടെ മോശം സ്വഭാവം അതിൻ്റെ നേരെ എതിര് കാര്യങ്ങൾ ഇവർ അഭിനയിക്കും. സ്വാഭാവികമായിട്ട് ഒരു ക്ലൈൻറ്റ് അഥവാ ഒരു പാർട്ട്ണറിനെ കിട്ടിയ ശേഷം അവരുടെ സ്വഭാവം മാറും. ഒരിക്കലും ഊരാൻ പറ്റാത്ത ഒരു കുടുക്കിൽ ഒരു ലൂപ്പിൽ പെട്ടതുപോലെ ആയി പോകും പിന്നീട് ഈ സ്ത്രീയുടെയും മക്കളുടെയും ജീവിതം. പലതരത്തിലുള്ള നാർസിസ്റ്റ് ഉണ്ടെങ്കിലും എമ്പതി എന്ന് പറയുന്നത് അഥവാ സഹാനുഭൂതി ഒരു തരി പോലും ഇല്ലാത്ത നാർസിസ്റ്റുകളെയാണ് നമ്മൾ പൊതുവെ എല്ലാ ടൈപ്പിലും ഒരേപോലെ കാണുന്നത്. ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പൂജ ചെയ്തും വലിയ മുന്നിൽ നിൽക്കുന്നതും പണം കൊടുത്തും നിൽക്കുന്ന ഈ ഫ്രോഡ് ജന്മങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം മക്കളെയും ഭാര്യയെയും കൊല വിളിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞാൽ പറ്റാത്തത് കൊണ്ടും പറഞ്ഞാൽ വിശ്വസിക്കാത്തത് കൊണ്ടും മടുത്തിട്ട് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തതാണ് നാർസിസ്റ്റുകൾ ഇത്രയധികം കൂടാനും ഇത്രയധികം ഉപദ്രവങ്ങൾ കല്യാണ മാർക്കറ്റിൽ വരെ ഉണ്ടാക്കാനും ഉള്ള കാരണം. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങോട്ട് കയറാൻ വളരെ എളുപ്പം, എന്നാൽ ഇങ്ങോട്ട് വരാനായിട്ട് അതിൽ വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിന്തിച്ച് തലവെച്ച് കൊടുക്കുക. നിലവിൽ നാർസിസ്റ്റുകളെ എങ്ങനെയാണ് കണ്ടെത്തുക, ടോക്സിക് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവാനായി പഠിച്ച ശേഷം മാത്രം ഒരു അറേഞ്ച്ഡ് മാരേജിനെ തലവെച്ച് കൊടുക്കുക. ലവ് മാരേജ് ആണെങ്കിലും തെറ്റുപറ്റിയാൽ ഇറങ്ങിപ്പോരാൻ വഴി കണ്ടെത്തുക. ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ലോക നാർസിസത്തിന്റെ തലസ്ഥാനം തന്നെ ഇപ്പോൾ കേരളമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികളിൽ വരെ നാർസിസ്റ്റിക് സ്വഭാവം കാണാം. ഭാര്യ ഭർത്താവ് ബന്ധത്തിലും മക്കൾ അച്ഛൻ ബന്ധത്തിലും മാത്രമൊന്നും അല്ല കേട്ടോ നാർസിസം ഉള്ളത്. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടല്ലോ, മനസ്സാ വാച കർമ്മണ ഒരു ദ്രോഹം അവർക്ക് ചെയ്തില്ലെങ്കിലും നമ്മളെ ദ്രോഹിക്കുന്നതായ നാർസിസ്റ്റുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു കമ്പനി മുതലാളി പാവമായിരിക്കും, പക്ഷെ അതിന്റെ തൊഴിൽ താഴെ ഇരിക്കുന്നവരുമായിരിക്കും ചിലപ്പോൾ ഏറ്റവും ഭീകരന്മാരായിരിക്കുന്നത്. എന്തായാലും നാർസിസത്തെ കുറിച്ച് വളരെയധികം പഠിക്കാതെ ആരും തന്നെ പരമാവധി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുക. കൂടാതെ പാരന്റിങ്ങിനെ കുറിച്ചും നാർസിസ്റ്റിക് പാരന്റിങ്ങിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാതെ ഒന്നും നോക്കാതെ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് അവരുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും നശിപ്പിക്കാതെ ഇരിക്കുക. നാർസിസം മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല, ഇതൊരു വ്യക്തിത്വ വൈകല്യമാണ്. മാനസിക രോഗമോ മാനസിക വൈകല്യമോ അല്ലാത്തടത്തോളം കാലം വ്യക്തിത്വ വൈകല്യങ്ങളെ തിരുത്തുക എന്ന് പറയുന്നത് അധിക ബുദ്ധിമുട്ടാണ്. എക്സിബിഷനിസം എന്ന് പറയുന്നത് വ്യക്തിത്വ വൈകല്യമാണ്. ഏത് പദവിയിലെത്തിയാലും എത്ര വയസ്സായാലും അത് ഇന്നും തുടരുന്നവരുണ്ടല്ലോ. ജയിലിലിട്ടാലും പോലീസ് പിടിച്ചാലും അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയി പോകുന്നു. അതേപോലെ തന്നെയാണ് നാർസിസ്റ്റും. വളരെ പെട്ടെന്നൊന്നും വഹിക്കാത്ത ഒരുപാട് ജീവൻ കൂടുതലുള്ള മറ്റുള്ളവരുടെ രക്തം ഊറ്റി ജീവിക്കുന്ന ഒരു എനർജി വാമ്പയേഴ്സ് കൂടെയാണ് നാർസിസ്റ്റുകളെന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, പ്രധാനമായും സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ തീർച്ചയായും നാർസിസത്തെക്കുറിച്ച് നന്നായി വായിക്കണം, പഠിക്കണം. എന്നിട്ട് വേണം വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ.
പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠിച്ച് ജോലി നേടി നാർസിസത്തെക്കുറിച്ച് മനസ്സിലാക്കി അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മളൊരു കെണിയിലകപ്പെട്ടാൽ അതിൽ നിന്ന് നമുക്ക് ഊരി പോരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ചെറിയ ഒരറിവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ അറിവുകളുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക്